ഹൃദയനാഥൻ വടക്കുംനാഥൻ്റെ തിരുമുറ്റത്ത് കരിവീരച്ചന്തം നിറയുന്ന കർക്കിടകമൊന്നിലെ ആനയൂട്ട്. ആനപ്രേമികൾ ഒന്നടങ്കം ആവേശഭരിതരായി തന്നെയാണ് ഓരോ ആനയൂട്ടിനെയും വരവേൽക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ആനകളുടെ ആരോഗ്യ സംരക്ഷണാർത്ഥം ആരംഭിച്ച ആനയൂട്ട് വർഷങ്ങൾക്കിപ്പുറവും ഏറെ ഭക്ത്യാദരപൂർവ്വം തന്നെ തുടർന്നു പോരുന്നു. ആനകൾ തലേക്കെട്ടും മറ്റ് ആടയാഭരണങ്ങളുമില്ലാതെ ആനയൂട്ടിൽ അണിനിരക്കുന്നു എന്നത് ആനപ്രേമികളെ ഏറെയും ആകർഷിക്കുന്ന ഒന്നാണ്. ആനകളെ ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിലൊരു ആനക്കാഴ്ച തന്നെയാകും ഇഷ്ടപ്പെടുന്നത്. അകമ്പടിയായി കർക്കിടക മഴ കൂടിയാകുമ്പോൾ കരിവീരച്ചന്തത്തിന് പ്രൗഢിയേറുന്നു. പ്രത്യക്ഷ ഗണപതിയായി ആരാധിക്കപ്പെടുന്ന ആനകൾ ഏറെ ഗാംഭീര്യത്തോടെ ക്ഷേത്രസന്നിധിയിലേക്ക് കടന്നുവരികയാണ്. താരപദവികളില്ലാതെ എല്ലാ ഗജവീരന്മാർക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് ആനയൂട്ട് നടത്തപ്പെടുന്നത്. എങ്കിലും തങ്ങൾ ഏറെ ആരാധനയോടെ കാണുന്ന ആനകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ഓരോ ക്യാമറ കണ്ണുകളും മത്സരിക്കുകയാണ്. കർക്കിടകം പിറന്നു എങ്കിലും മഴയൊഴിഞ്ഞു നിന്ന് പ്രകൃതിയും അനുഗ്രഹിച്ചു. ആനകൾക്ക് അലങ്കാരമായി ചാറ്റൽ മഴയുണ്ടെങ്കിലും ദൃശ്യങ്ങൾ പകർത്താൻ അതൊരു തടസ്സമായി നിന്നില്ല. ആനകൾ ഓരോരുത്തരായി തുളസിമാല അണിഞ്ഞ് പടിഞ്ഞാറേ ഗോപുരം കടന്ന് ക്ഷേത്രമതിൽക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ നിരവധിയായ ക്യാമറ കണ്ണുകൾ ആനകൾക്ക് നേരെയുമുണ്ട്. വടക്കുംനാഥ സന്നിധിയിൽ ആനയൂട്ടിനെത്തുന്ന എല്ലാ ഗജവീരന്മാരെയും 4 വർഷത്തിലൊരിക്കൽ മാത്രം പ്രത്യേകം ഗജപൂജ നടത്തുന്നു എന്നത് ഈ വർഷത്തെ പ്രത്യേകതയാണ്. അതുതന്നെയാകും ഈ വർഷത്തെ ആനയൂട്ടിൻ്റെ പ്രധാന ആകർഷണവും. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വെള്ളയും കരിമ്പടവും വിരിച്ച് ആനകളെ അതിൽ നിർത്തി പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ച് പൂജ നടത്തുകയാണ് ചെയ്യുന്നത്. ആനകളെ കളഭം തൊടുവിച്ച് പൂജ നടത്തിയ ശേഷം ചോറുരുളകൾ നൽകിയാണ് പന്തലിൽ നിന്ന് പുറത്തേക്കിറക്കുന്നത്. ഏറെ ഭക്ത്യാദരപൂർവ്വം തന്നെയാണ് ഭക്തർ ഈയൊരു ചടങ്ങിന് സാക്ഷിയായത്. ഓരോ ആനകൾക്കുമായി നടത്തിയ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിന് തെക്കുഭാഗത്തായി ആനകൾ അണിനിരുന്നതോടെ വടക്കുംനാഥൻ്റെ മുന്നിലെ ആനയൂട്ടിന് തുടക്കമാവുകയായി. ചോറുരുളയും പഴവർഗ്ഗങ്ങളുമായി ആനകളുടെ മനസ്സും വയറും നിറയ്ക്കാൻ ഓരോ ഭക്തരും ആനപ്രേമികളും മത്സരിക്കുന്ന നിമിഷം. ഈ വർഷത്തെ ആനയൂട്ടിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഗജവീരന്മാർ ഓരോരുത്തരായി ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആനയൂട്ട് സ്വീകരിച്ച് വയറും മനസ്സും നിറഞ്ഞാകണം അവർ വരുന്നത്.
ഉത്സവത്തിരക്കൊഴിഞ്ഞ ഈയൊരു സമയത്ത് ഒരു ഒത്തുചേരലിന് അവസരം തന്നെയാണ് ഈ ആനയൂട്ട്. ആനകൾക്കും ആനപ്രേമികൾക്കും ഒരു പരിചയം പുതുക്കലിൻ്റെ സമയവും. വടക്കുംനാഥൻ ആനയൂട്ടിൻ്റെ ചുവട് പിടിച്ച് ഇന്നിപ്പോൾ അനേകം ക്ഷേത്രങ്ങൾ ആനയൂട്ടിനും ഗജപൂജയ്ക്കും വേദിയാകുന്നുണ്ട്. ഭക്തിക്കും ആനപ്രേമത്തിനും പുറമെ ഒരു പരിധിവരെ ഇത് ആനത്തൊഴിലാളികൾക്കും സഹായകരമാകുന്നുണ്ട്. ഉത്സവങ്ങളും പൂരങ്ങളും ഇല്ലാത്ത ഈ സമയത്ത് ആനയൂട്ടുകളിലൂടെ കിട്ടുന്ന ചെറിയ വരുമാനം ആനത്തൊഴിലാളികളുടെ കയ്യിലേക്കെത്തുന്നത് അവർക്ക് ഏറെ ആശ്വാസകരമായിരിക്കും. ഇനി മടക്കമാണ്. പൂരപ്പറമ്പിൽ വെച്ച് ഇനിയും കണ്ടുമുട്ടാമെന്ന ശുഭവാക്കോടെ ഓരോ ഗജവീരന്മാരും ആനപ്രേമികളും ഭക്തരും വടക്കുംനാഥനിൽ നിന്നും വിടവാങ്ങുകയാണ്. അതെ, തൃശ്ശൂർക്കാരങ്ങനെയാണ്. ഒരാനയെ കിട്ടിയാൽ ഈച്ച പൊതിയുന്ന പോലെ പൊതിയും. അവനെ തൊട്ടും തലോടിയും ഇഷ്ടപ്പെട്ടത് വാങ്ങി നൽകിയും ഏറെ നേരം അവനോടൊപ്പം ചിലവഴിക്കും. അതെ, അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്.